I'm your pumpkin, pumpkin. Hello, honey bunny. Hello. I'm your dumpling, dumpling. Hello, honey bunny. Hello. Feeling something, something. Hello, honey bunny. Toco, toco. ഇറ്റ്സ് മീ മോണി. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് എക്സാമൊക്കെയാണ്, അപ്പോൾ ലാഗാവും വീഡിയോസൊക്കെ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ലാഗാണ് കാര്യം. എന്നാലും സമയം കിട്ടുമ്പോൾ വീഡിയോസ് ഇടാം കേട്ടോ. മോണി, നീ വരുന്നുണ്ട്? എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം പെണ്ണെ, വേറെ പണിക്ക് പോകാനുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്. വർക്ക് എന്ത് ഈ പറയുന്നതാണ്? എൻ്റെ അടുത്ത് മാത്രം തന്നാൽ മതിയോ? എനിക്കത് പച്ച പിടിക്കണ്ടേ? ഞാൻ പോട്ടെ മോണി, വായി ഈ വീഡിയോ എടുക്ക് വാ. ലെമൺ എന്നെ അലക്കുന്നതിന് മുമ്പ് ഞാനേ വീഡിയോ എടുക്കാൻ പോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ അവന് പച്ച പിടിക്കാത്തതിൻ്റെ മഞ്ഞ പിടിക്കാത്തതിൻ്റെ ഒക്കെ കുറ്റം എൻ്റെ തലയിലാവും. ജോ, നിനക്കറിയാലോ ഞാൻ വളഞ്ഞ മുഖം പിടിക്കുന്ന ഒരാളല്ല. സോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഐ ലവ് യു. പിന്നെ നിനക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പറ്റുമോ? അത് പിന്നെ ഈ ചായ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ ചായനോട് എനിക്ക് അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ഈ ചായന് അന്നും ഇന്നും എന്നും യോജിച്ച് പെണ്ണ് ആൻ തന്നെയാ. അവളുടെ സൗന്ദര്യവും പാരമ്പര്യവും കുടുംബ മഹിമയും എല്ലാം ചായന് നല്ല യോജിച്ച ഒരു പെണ്ണ് തന്നെയാണ് ആൻ. അതിനൊന്നും അർഹയല്ല. എനിക്ക് സൗന്ദര്യമോ കുടുംബ മഹിമയോ പാരമ്പര്യമോ ഒന്നുമില്ല. ഞാൻ വെറും അനാഥ പെണ്ണ്. ഈ ചായന് ആൻ തന്നെയാണ് യോജിച്ചത്. നടക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ എൻ്റെ തലയിലേക്ക് വരുന്നത്? ഞാൻ സ്വപ്നം പോലും അതാ കാണുന്നു. ഇപ്പോൾ സമയത്രേ. ഈ ബുക്ക് ഞാൻ വായിച്ചെന്ന് അങ്ങനെ പറഞ്ഞു. എന്തായാലും അവിടെ കൊണ്ടുപോയി വെക്കട്ടെ ബുക്ക്. അലക്സി ഒന്നും അവിടെ നിന്നേ. മരണം വന്നു, ഞാനെന്താ ചെയ്യാവോ? ചാവക്കോളെ പ്രാന്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? അലക്സി എന്നോട് പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. എത്ര കാലമായി നിന്റെ പുറകെ ഞാൻ നടക്കുന്നത്. എന്നോട് എന്താ തിരിച്ചൊന്നും ഇഷ്ടമെന്ന് പറയാൻ നിനക്ക് എന്നോട് ചെറിയൊരു ഫീലിങ്സ് പോലും ഉണ്ടായിട്ടില്ലേ? എനിക്കറിയാം നീ ജോയുടെ പിന്നാലെ നടക്കുവാണെന്ന്. പക്ഷേ എന്നേക്കാൾ എന്താ അവൾക്ക് കൂടുതലുള്ളത്? എൻ്റെ അത്ര സൗന്ദര്യമുണ്ടോ, കുടുംബം പാരമ്പര്യമുണ്ടോ, എന്തൊക്കെ പണമുണ്ടോ? വെറും ആ പേർ പെണ്ണിന്, അതും അനാഥ. എന്നിട്ട് നീ എന്തിനാ അവളെ നോക്കുന്നത്? എന്നെ നോക്കിക്കൂടെ നിനക്ക്? ഞാൻ എത്ര ഭംഗിയുള്ള പെണ്ണ്. എൻ്റെ അടുത്ത് പണമുണ്ട്, പാരമ്പര്യമുണ്ട്, കുടുംബമുണ്ട്, ഒരു ഓൾ ഫാമിലി ഉണ്ട്. എന്നിട്ട് നീ എന്നോട് എന്താ ഇഷ്ടമെന്ന് പറയാഞ്ഞ്? ആൻ നിന്നെ തല്ലാൻ എനിക്ക് അറിയാത്തോണ്ടോ എനിക്കതിന് കഴിയാത്തോണ്ടോ ഞാൻ നിന്നെ പേടിച്ചിട്ടോ അല്ല. ബിക്കോസ് യു ആർ എ വുമൺ. ഐ നോ ദ വാല്യൂ ഓഫ് വുമൺ. ഐ ഹാവ് എ മോം ടു. പിന്നെ നീ ചോദിച്ചില്ലേ എനിക്കില്ലാത്ത എന്താ അവൾക്കുള്ളതെന്ന്? അതെ, നല്ലൊരു ഹൃദയമുണ്ട്. ഞാൻ അവളിൽ ഏറ്റവും അറിഞ്ഞതും അവളെ ഇഷ്ടപ്പെട്ടതും ആ ഹൃദയം മാത്രം കണ്ടിട്ടാണ്. അല്ലാതെ നിന്നെ പോലെ പണമോ സ്വത്തോ മറ്റു പല കാര്യങ്ങളോ അതൊന്നുമല്ല. എനിക്ക് അവളിൽ ആ ഹൃദയമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ അവളോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്നേക്കാൾ നല്ല പെണ്ണാണ് ആനെന്ന്. അതായത് അത്രയും നല്ല അവള് നിനക്ക് വേണ്ടി എന്നോട് പറയാ, എന്താ ഈ ആനെ നോക്കിക്കൂടെ, എന്നെ ഇഷ്ടപ്പെട്ടു കൂടെ എന്ന് എന്നോട് പറയവള് നിനക്ക് വേണ്ടി. സോറി അലക്സി, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കിപ്പോൾ നല്ല സങ്കടമുണ്ട്. അവൾ എനിക്ക് വേണ്ടി പറഞ്ഞില്ല, എന്നിട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഫീലായത്. നിങ്ങൾ തന്നെ അലക്സി നിൽക്കേണ്ടത്. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നീ അവളെത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിൻ്റെ വാക്കിലൂടെ അതെനിക്ക് ഫീൽ ചെയ്തു. നീ അവളെ തന്നെ ഇഷ്ടപ്പെട്ടോ? നിൻ്റെ ഇഷ്ടമാണ് ഇനി തൊട്ട് എൻ്റെ ഇഷ്ടം. നിന്നെ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇല്ല, നമുക്ക് പണ്ടത്തെ പോലെ നല്ല ഫ്രണ്ട്സായിട്ട് നന്നായിട്ടിരിക്കാം. വെയിറ്റ്, നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നു വേണ്ടേ? എൻ്റെ കഥ കേട്ട് ഇരുന്നാൽ മതിയോ? എന്നാ വാ പരിചയപ്പെടാം. ഇല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിയ ഒരു സുഖം ഉണ്ടാവില്ല. ഇവള് പരിചയപ്പെടുത്തും. ഞാൻ തന്നെ പരിചയപ്പെടുത്താം. വാ, come on guys, let me explain the movie. എടി കോപ്പേ, അതിന് ഇത് മൂവിയൊന്നുമല്ല, വൺ ഷോട്ടാണ്. ഇതും കൂടി അറിയാത്ത വിളിയും കൊണ്ടാണല്ലോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എൻ്റെ തലവിധി. അതെ മിസ്റ്റർ, എനിക്കിതൊക്കെ അറിയാം. ഞാൻ നിങ്ങൾക്ക് അറിയുമെന്ന് പരിശോധിച്ചാണ്. അതെ, സ്ക്രീനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്നെ ഞാൻ പരിചയപ്പെടുത്താനും കൂടെ നിൽക്കുന്നത്. നീ പോയെ ഞാൻ പരിചയപ്പെടുത്തിക്കോട്ടെ. നിന്റെ ആവശ്യം വന്നില്ല. ഗോ outside. എടി, എന്നെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്, പിന്നെ ഞാൻ വേണ്ടേ?
ആ അതും ശരിയാണ്. ഇന്ന് നീ ഇവിടക്ക് ഞാൻ പറയാം. എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് നീ ഇതവിടെ പോവുക. ഒന്നും പരിചയപ്പെടുത്തടി. അല്ലെങ്കിൽ നിന്റെ ഇൻട്രോ ഇവിടുന്ന് ഇങ്ങനെ മാനത്ത് നിന്ന് പൊട്ടി വീഴില്ല, ഞാനിരുന്ന് ഉണ്ടാക്കണം. അല്ല നീ ഉണ്ടാക്കാൻ സമ്മതിക്കൂല. പിന്നെ നിന്റെ ഇൻട്രോ നീ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അല്ല പിന്നെ എടി നീ എഡിറ്റ് ചെയ്തോ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് നീ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. கண்ணோடு பேசாமல் விண்ணோடு நாம் மிதந்து போ. ഈ കണ്ട ഇംഗ്ലീഷ് ലെവൽ നിങ്ങൾക്ക് പറ്റില്ല, എനിക്ക് മനസ്സിലായി. ഇനി തൊട്ട് ഇവിടെ ഇംഗ്ലീഷ് പറയില്ല. ദാറ്റ് അൺപോസിബിൾ. അങ്ങനെ ഒരു വാക്കില്ലല്ലോ. സോറി ഇംപോസിബിൾ. നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷിനെ കൂട്ടി പറയുന്നു. വേണ്ടാട്ടാ. ഇവരെന്നെ വിഷയത്തിൽ നിന്ന് തെന്നി മാറ്റുന്നു ഗായ്സ്. നമ്മുടെ ഇൻട്രോ വേണ്ട മക്കൾസ്. കമോൺ, നമുക്ക് ബാക്കി ഇൻട്രോ പറയാം. ഇതാണ് അലക്സാണ്ടർ മാത്യു, കളപ്പുഴക്കൽ ഹൗസിലെ 3ാമത്തെ കുട്ടി. ഇതാണ് മൂത്ത സന്താനം. ഇത് 2ാമത്തത്. ഇതാണ് ഏറ്റവും ചെറുത്. ഇവരൊക്കെ കണ്ടില്ലേ? ഇവരൊക്കെ പടച്ചു വിട്ട നമ്മുടെ ഇവരുടെ അലക്സാണ്ടറിൻ്റെ പപ്പേനും മമ്മേനെ കാണണ്ടേ? അല്ലെങ്കിൽ വേണ്ട, അവരെ കഥയിലൂടെ കണ്ടാൽ മതി. ഹാവ്, ഞാൻ വീട്ടിലെത്തി. കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ടയേർഡാണ്. പിന്നെ മൈൻഡ് കുറവൊക്കെയല്ല. ഇതൊക്കെ ആക്കിയെടുക്കണം. ആരാണിത് ഈ ഡോർ നോക്കിയത് കയറിയത്? ഇതുപോലെ കള്ളന്മാരാവോ? മനുഷ്യന് സമാധാനം ടി വി കാണാൻ സമ്മതിക്കാത്ത കള്ളന്മാര്. പണ്ടാരം ഞാൻ പോയി നോക്കട്ടെ. നീയായിരുന്നു മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ തന്നെ പഠിച്ചോട്ടല്ലോ എൻ്റെ സീരിയലായിരിക്കും. ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിയാവോ? ആ പെണ്ണ് അവിടെ നിന്ന് ചാടിയത് നോക്കട്ടെ. സ്വന്തം മകൻ കോളേജ് വിട്ട് വന്ന് ഇവിടെ ടയേർഡായിട്ടിരിക്കുക. അപ്പം ആ തള്ളക്ക് സീരിയൽ കാണണം അത്രേ. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ. അയ്യോ വയ്യ. ചായ വന്നിട്ട് കുറെ നേരമായോ? ഞാനിപ്പോൾ ഒന്ന് കയറിയിട്ടുള്ളൂ. നീ വന്നിട്ട് കുറേ നേരമായോ? ചായ ഇന്ന് ഞങ്ങളുടെ കോളേജിൽ സ്ട്രൈക്ക് വിളിച്ചോണ്ട് ഉച്ചയ്ക്ക് വിട്ട്. ഈ ചായൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പറ്റേ? എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ കിട്ടി. ഇതാരുടെ ഫോട്ടോയാ? ഒരുപക്ഷെ തുടങ്ങിയത് എവിടെ വെച്ചാൽ അവസാനിച്ചത് അവിടെ. ഇതാണ് ചുവന്നത്. എല്ലാവർക്കും പുഞ്ചിരി മാത്രം കളിക്കാൻ കഴിയുന്നത്. എല്ലാവരും പുഞ്ചത്തിന് മാത്രം കഴിയുന്നത് ഞാൻ ആദ്യം കണ്ടു. ആ പുഞ്ചിരിയോടെ ഒന്നും തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു അവളെ എന്നിലേക്ക് ആകർഷിച്ചത്. അവളുടെ സ്വഭാവം എല്ലാം ഞാൻ മനസ്സിലാക്കി. അന്ന് ഞാൻ ആരായിട്ട് അവളെ മനസ്സിന് മുമ്പിൽ പതിയെ ഞാനും അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നാ പറ്റി? എന്തിനാ അറിയുന്നേ? എന്നാ പറ്റി? അതൊന്നുമില്ല. നീ ഇത് എവിടുന്നടുത്ത് വന്നു? ഇതിൽ നിന്നൊരു സ്പൂടിയായിരുന്നു. അത് പെട്ടെന്ന് എൻ്റെ കണ്ണിക്ക് പോയപ്പോൾ അതാ. അയ്യോ ഞാനത് നോക്കിയില്ലെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറാനോ അതിനുള്ളിലുള്ള സാധനങ്ങൾ എടുക്കാനോ നിൽക്കരുതെന്ന്. ഇച്ചായനല്ലേ എന്നോട് പറയാറ് എന്ത് വേണേ റൂമിൽ കയറി എടുത്തോ, പക്ഷെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? അത് അപ്പോ ഇത് ഇപ്പോ. ഇനി എൻ്റെ റൂമിൽ കയറാനോ സാധനങ്ങൾ എടുക്കാനോ നീ നിൽക്കരുത്. ഈ ചായ ഇതിനൊന്നും അല്ല ദേഷ്യപ്പെടുന്നത് എനിക്കറിയാം. ഞാൻ ഈ ഫോട്ടോ എടുത്തുണ്ട്. ഈ ഫോട്ടോ ആരെയെന്ന് ചോദിച്ചോണ്ടല്ലേ? ആടി അത് തന്നെയാണ് പ്രശ്നം. എന്തേ? ഈ ചായ കാം ഡൗൺ. നോക്കിയ കുഞ്ഞാ വിളിക്കുന്നത്. കാം ഡൗൺ. എന്നതാ ഈ ചായ പറ്റി? എന്താ എന്റെ ചായനെ പറ്റി? ഇവളാരാ? രണ്ടും കൂടി തുടങ്ങുന്നത് കുറെ നേരമായല്ലോ. അല്ലെങ്കിൽ ഇതൊന്നും പതിവില്ലാത്തല്ലോ. എന്താന്ന് പറ്റി? അല്ല ഞാൻ ഇപ്പം നിർത്തും വിചാരിച്ചിരുന്നു. ഞാനാരായി? മര്യാദ നിർത്തിക്കോ രണ്ടും. ഇന്നാടാ ചായ കുടിക്ക്. ഇത് ജോയല്ലേ? മമ്മിക്കറിയോ ഈ കുട്ടീനെ? ഈ വീട്ടിൽ ആർക്കും അറിയാത്തില്ല. എല്ലാവർക്കും അറിയാം വീട്ടിൽ. നിനക്ക് മാത്രം അറിയില്ല. എപ്പോഴെങ്കിലും ആ ഫോൺ തുഴന്ന് നീ കണ്ട കുറേ കാര്യം ജാപ്പനീസുകാരൊക്കെ കണ്ടു കിടന്ന. പിന്നെ ഏതാ എന്താ കീറ്റേഴ്സ് പറഞ്ഞ് 2 ചെക്കന്മാര് കണ്ടുകൊണ്ടിരിക്കും 24 മണിക്കൂർ. പിന്നെ എങ്ങനെയാ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാം? ദേ മമ്മി വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ എന്നെ പറഞ്ഞാലും വേണ്ടില്ല അവരെ പറയരുതെന്ന്. എന്നാ ഈ പെണ്ണാരാ? നിങ്ങൾ വലിയ കഥയ്ക്ക് വാചകടിച്ചല്ലോ. ഈ പെണ്ണ് അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് ആരെ പറയും? ഞാൻ പറയൂടി, എനിക്ക് പറയാം.
നിന്നെയൊക്കെ ഒറ്റ ആൾക്ക് എനിക്കെന്ത് നിങ്ങളുടെ ഒരു കാര്യം അറിയില്ലാന്ന് നിങ്ങളുടെ വിചാരം. എല്ലാ കാര്യവും എനിക്കറിയാം. ഇത് നിന്റെ ചേട്ടായുടെ ക്രഷാണ് ക്രഷ്. ഇവനെന്താ ഇഷ്ടമാണെന്ന് എന്തൊക്കെ പറയാനും പേടിയാണ് പറഞ്ഞിട്ട് ഓടിയുന്നുണ്ടായിരുന്നു. ഇച്ചാന്റെ ക്രഷോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഭർത്താവ് ഇതാണ് ഇച്ചാന്റെ ക്രഷ്. അല്ല, എന്നിട്ട് ഇച്ചാൻ എന്താ ഇപ്പൊ പ്രശ്നം ഉണ്ടായി? ഇച്ചായന് ദേഷ്യം വരാൻ മാത്രം ആ പെണ്ണെന്താ എത്ര പെട്ടെന്ന് ചെയ്ത്? എനിക്ക് തോന്നുന്നത് ആ പെണ്ണ് ഇച്ചാനെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും, അല്ലേ? ആ നിനക്കെങ്ങനെ മനസ്സിലായി? അതെന്നെ കാര്യണ്ടായി. അവൾ എന്നെ റിജക്ട് ചെയ്തു. കണ്ട, ഞാനിവിടെ കണ്ട ഡ്രാമയൊക്കെ കണ്ടിരുന്നാൽ എനിക്കിതൊക്കെ മനസ്സിലാക്കും, എനിക്കിതൊക്കെ അറിയൊക്കെ ചെയ്യും. ഇച്ചായന് ഞാനിവിടെ സെറ്റാക്കി തരും. അതിന് എൻ്റെ കയ്യിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഇച്ചായനൊന്ന് നിന്ന് തന്നാൽ മതി. രണ്ടും കൂടി എന്നാന്ന് ചെയ്യും, ഞാൻ പോന്നു. അതെ, ആ കൊച്ചിനെ വല്ലതും കരയിപ്പിക്കുക എന്തായാലും ചെയ്ത രണ്ട് ഞാൻ ഇവിടുന്ന് ഓടിക്കും കേട്ടോ. ആലോചിക്കാം മമ്മി. എടി നീ ടിപ്പ് പറ, എന്താ കാര്യം, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയും വേഗം. മുട്ടി നിൽക്കുവാണല്ലേ, എന്തായാലും പറയാം. ഈ ഡ്രാമാസിലൊക്കെ പൊതുവെ വേണ്ടതെന്ന് ഈ ജലസാണ്. ജലസ് നമ്മളിഷ്ടപ്പെടുന്ന പെണ്ണ് നമ്മളിഷ്ടമാണെന്ന് അറിയാനുള്ള ഒരൊറ്റ ട്രിക്കാണ് ജലസ്. നമ്മളിഷ്ടമുള്ള പെണ്ണാണെങ്കിൽ അവൾക്ക് നമ്മൾ വേറെ പെണ്ണിനോട് ഇടപഴകുന്നത് ഇഷ്ടമില്ല. സോ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചില ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ പെണ്ണിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവരോടൊന്ന് കൂടുതൽ അറ്റാച്ചായിട്ട് സംസാരിച്ചാൽ ആ പെണ്ണിന് നമ്മളോട് ഉള്ള ഇഷ്ടം പുറത്തു വരും. അത് ജലസിലൂടെയെന്ന് മാത്രം. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചെയ്ത് തന്നിട്ട് ചിലപ്പോൾ ആ കുട്ടി കരയുകയാണെങ്കിൽ, അതായത് പുറത്ത് പറയാതെ കരയുവാണെങ്കിൽ ജലസ് അറിയാൻ പറ്റില്ല. ദേഷ്യപ്പെടുകയാണെങ്കിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ, അതായത് കരയുവാണെങ്കിൽ ഇച്ചാൻ അവളെ മാറി നിന്ന് ശ്രദ്ധിക്കണം. അതായത് അവളെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യണം, ഫോളോ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ ഇച്ചായനോടുള്ള സ്നേഹം ഇച്ചായന് മനസ്സിലാകാൻ പറ്റും. ഓ താങ്ക് യു. ഈ ചായ മിഠായി മേടിച്ചു തരാവേ. മിഠായിലൊന്നും ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇച്ചായൻ എനിക്ക് ഇതിലും ഗ്രാൻഡായിട്ടുള്ള വല്ലതും ചെയ്തു തരണം. അത് ഞാൻ പിന്നെ സെറ്റായിട്ട് ബാക്കി പഠിച്ചുകൊണ്ട്. ഓക്കെ, ഡീൽ. ഓക്കെ ഡി. ഓ ചെയ്ത് തരാം കുഞ്ഞേ. ഞാൻ ആരിനെ എടുക്കും എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ? അന്നയാണ് പറ്റിയ ആൾ. ആവശ്യത്തിന് എന്തെങ്കിലും തരുന്ന അവർക്ക് ഒന്നും ഉണ്ടാവില്ല. അതിപ്പോ ആളായാലും സാധനമായാലും. ഇന്നലെ വരെ എൻ്റെ പിന്നാലെ നടന്ന പെണ്ണ, ഇന്ന് രാവിലെ ആ പെണ്ണ് അപ്രത്യക്ഷമായോ? എൻ്റെ പൊന്നോ, നീ ഇവിടെ ഇരിക്കായിരുന്നു. അന്നെ ഞാൻ തപ്പുകൊണ്ട് നടക്കാത്ത സ്ഥലമില്ല. എന്താടാ, എന്തേലും ആവശ്യമുണ്ടോ? അല്ല, ഞാനങ്ങോട്ട് വരാതെ ഇങ്ങോട്ടാരും വന്ന ചരിത്രമില്ലേ? അന്നാമ്മ, നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എന്നാലും ഞാൻ എൻ്റെ അടുത്തേക്ക് വരാറില്ലടി. ഒന്നല്ലെങ്കിൽ അത് പറഞ്ഞിടി, എന്നാ അത് അങ്ങനെയടി ഇത് ഇങ്ങനെയടി, അങ്ങനൊക്കെ ഞാൻ പറയാറില്ലടി. വന്നിട്ട് ഈ 4-5-6 ആഴ്ചയിൽ നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനായിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് നീ എന്നെ വേണ്ട, ഇമോഷണൽ ഡാമേജ്. ഞാൻ നിന്നോട് വർത്താനം പറയുന്നില്ല, ഞാൻ പോവാ. ഹേ മിസ്റ്റർ, 4-6 ആഴ്ചയില്ല, കൂടിപ്പോയ 3-4 ആഴ്ച പറയട്ടെ. ഇട നീ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങനെ വെറുതെ നീ വന്ന് ചൊറിഞ്ഞ് എൻ്റെ സമാധാനം കളയോ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരുമ്പോ തന്നെ പൊക്കോ ആക്ഷൻ ആയിട്ട് വിടുന്നു. ഇടി അന്ന, നീ വാട്ട എൻ്റെ അടുത്തേക്ക്. എടാ അലക്സി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യടാ. എടാ അങ്ങനെ ഇല്ലടാ, ഇങ്ങനെയാണ്. എടാ അതൊന്നും പറഞ്ഞേടാ എന്ന് പറഞ്ഞിട്ട് വാട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം നിന്നെ. ഞാൻ എടുത്തിട്ട് പോരും, നോക്കിക്കോ. എന്റെ പൊന്നലക്സി, നീ അത് വിട്, ഞാൻ അത് പറയട്ടെ. അല്ല, ഈ പേറുന്ന് പറഞ്ഞാൽ പ്രസവിക്കല്ലേ? നീ പ്രസവിക്കാൻ പോണ്ടോ? കോമൺ സെൻസ് ഇല്ലാത്ത ജന്തു. ഇത് ആ പേരിലല്ല, പേരെന്ന് പറഞ്ഞ എടുത്തെറിഞ്ഞു ദേഷ്യം കൊണ്ട്. ഒരു ബുദ്ധിയില്ല, ഒരു ബോധവും ഇല്ലാതെ നടക്കും ഇങ്ങനെ കഞ്ച പിടിച്ച കോഴികളെ മാറ്റി. മിക്കവാറും ഞാൻ നിന്നെ എടുത്ത് എറിയേണ്ടി വരും ഇങ്ങനെ പോയാ. ഹേ അലക്സി, എന്നെ എടുത്തെറിഞ്ഞാ ഇവിടുന്ന് ചോദിക്കാനും പറയാനും വേണ്ടി ഇച്ചായ വരൂടാ. ഇച്ചായ നിന്നെ എടുത്തിട്ട് ആളെ എയറിൽ കഴിക്കും. അത്രയ്ക്ക് ബോഡിക്കുള്ള ആളാ. അതെ, ഈ ബോഡി കൊണ്ടൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. അതെ, മൂപ്പര് മജീഷ്യനൊന്നുമല്ലല്ലോ എന്നെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിർത്താൻ. ഈ ബോഡി കൊണ്ടൊക്കെ ഈ അലക്സിനെ മേത്ത് തൊടാൻ കഴിയുന്ന എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഇച്ചായ ഒരു പാവ. ചെറിയ കുട്ടികളൊന്നും അടിക്കാറില്ല. ചെറിയ കുട്ടികളൊക്കെ കരയിൽ നിൽക്കുമ്പോൾ തന്നെ ഇച്ചായന് ഭയങ്കര ഹേർട്ട്, ഭയങ്കര വേദന എടുക്കും. സോ എൻ്റെ ഇച്ചായൻ കുട്ടികളൊന്നും തല്ലാറില്ല കേട്ടോ. എടി ദുഷ്ടി, നീ ഇതൊക്കെ വിട്.
എന്റെ കല്യാണമായിട്ട് എന്നോടൊരു വാക്ക് ഉറപ്പിച്ചെന്ന് പോലും എന്നോടൊരു വാക്ക് ഒന്നില്ലേലും ഞാൻ നിന്റെ ഗുഡ് ഫ്രണ്ട് അല്ലേടി. പൊന്നലക്സി, ഞാൻ തന്നെ രാവിലെ എണീച്ച് കോളേജ് വരുമ്പോഴാണ് അറിയുന്നല്ലേ. എൻ്റെ കല്യാണോ എന്താ എത്ര പെട്ടെന്ന് എന്നൊക്കെ എൻ്റെ പിതാശ്രീയോട് ചോദിച്ചപ്പോൾ പിതാശ്രീ പറയാം, നിന്റെ ചെക്കൻ്റെ നിന്നെ കാത്തിരിക്കാൻ വയ്യ അത്രേന്ന്. ഞാൻ എന്താ ചെയ്യുക, ചേട്ടൻ എന്നോട് ഭയങ്കര ട്രൂളപ്പ് ആയതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് കല്യാണം കേൾപ്പിച്ച് വിടാമെന്ന് കരുതിയിട്ടുണ്ടാവും പപ്പ. നീ അങ്ങനെ പറയാ, കാര്യങ്ങളൊക്കെ നേരെ പറയണ്ടേ എന്നോട്. നിന്നെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ അപ്പൻ ഇപ്പൊ തന്നെ കെട്ടിച്ചു വിടുന്നത്, അല്ലാതെ നിന്നോട് നിന്റെ ഇച്ഛനോട് ട്രൂലപ്പ് മൂത്തിട്ടൊന്നുമല്ല. ഒന്ന് പോടാ. എൻ്റെ എൻ്റെ ഇച്ചാനെ കുറച്ച് കുറ്റം പറഞ്ഞിടുന്നത് ഒറ്റ ചള്ള അടിച്ചൊന്ന് പിടിഞ്ഞു. പിന്നെ എൻ്റെ ഇച്ചാൻ എന്നോട് ഭയങ്കര ലവ്, ട്രൂ ലവ്, എന്നോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടാണ് എൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കുന്നത്. അത് ഈ 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയാടാ ഇച്ചാനോ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഓ, ഒരു ട്രൂലബ് കൊണ്ടുപോയി ഉപ്പിലിട്. പിന്നെ നിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള എന്നെ അടിക്കുന്നില്ല ആ വാഗ്ദാനം ഉണ്ടല്ലോ. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് നീ കരുതണ്ട. എൻ്റെ 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 കുഞ്ഞു വരൂടി, കുഞ്ഞു. നോക്കിക്കോ. സത്യം പറയടാ, നീ പ്രസവിക്കാൻ പോവാണ്, എന്താ നീ എൻ്റെ കുഞ്ഞു വരും, നീ പേറും എടുത്തെറിയുന്നൊക്കെ പറയുന്ന കേട്ടാ. സത്യം പറയാം, നീ പ്രസവിച്ചില്ലേ, നോണ പറയരുത്. ഓളുടെ അമ്മൂടെ ഒരു ചോദ്യം, നിന്റെ അപ്പനെ കെട്ടിക്കാനടി ഞാൻ പോയത്. ഒരു തവണ കിട്ടിയാലേ ഞാൻ ഈ മുന്നിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നിനക്ക് ഇനി എത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ പോയി ചോദിച്ചോക്കെ. അപ്പൻ ചിലപ്പോൾ കെട്ടാനൊക്കെ സമ്മതം ഉണ്ടാവും, പക്ഷെ മമ്മി നിന്റെ അന്തം കുറിക്കും, അതെനിക്ക് ഉറപ്പാ. ആദ്യം നിന്റെ അപ്പൻ ഞാൻ മച്ചമ്പി കൂടി ആവാം, അതിൻ്റെ കൂടി ഒരു കുറവുള്ളൂ. നീ അളിയനോ മച്ചമ്പിയോ അമ്മാവനോ അപ്പൂപ്പനോ ആരെങ്കിലും അത് ഞാനെന്താ എല്ലാം അവൻ്റെ പറയാനെന്താ മുതല്. പിന്നെ നിന്റെ മറ്റവല്ലേ, അവനോട് പോയി പറഞ്ഞു നോക്ക്. അവൻ ചിലപ്പോ മറ്റമ്പി അടിയനും അമ്മാവനൊക്കെ ആയിക്കോളും. അല്ല അവള് ഇന്നെ ചൊറിയുന്ന ഞാൻ മാന്തി വിടറി പട്ടി നിന്നെ. കാം ഡൗൺ വായ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് 2 ഐസ്ക്രീം കഴിച്ച് പതിയെ വരാം. നിങ്ങളെ നീ ഇവിടെ കിടന്ന് ഉറങ്ങിയതുള്ളൂ. വേഗം പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാ, ഇനി സ്ട്രോബെറി ഐസ്ക്രീം മേടിച്ചെന്നാ മതി. പൊന്നെ, ഞാൻ മേടിച്ച് തരാം, നീ നടക്ക്. എനിക്ക് സ്ട്രോബെറിയോ വാനിലയോ ചോക്ലേറ്റോ എന്താന്ന് വെച്ചാൽ ഞാൻ മേടിച്ചു തരാം. വാ നടക്ക്. ഇടി എന്നാമ്മ, നീ മാരേജിന് ഓക്കെ ആണോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആടാ, ഞാൻ ഓക്കെയാണ്. നിനക്ക് ഞാൻ എൻ്റെ ലവ് സ്റ്റോറി പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞുതരാം. അന്ന് നീ എന്നെ റിജക്റ്റ് ചെയ്ത് ഭയങ്കര ഡൗൺ ആയിട്ട് വീട്ടിൽ പോയി. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. അപ്പം നേരെ വിളിച്ച് ഇച്ചാനോട് പറഞ്ഞു. ഇച്ചാനാണെങ്കിൽ വൈകുന്നേരം ഓസ്ട്രേലിയയിൽ എവിടെയായിരുന്നു, അവിടെ നിന്ന് പറന്നിൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ കുറേ കംഫർട്ട് ചെയ്ത് സീരിയസ്ലി ഞാൻ ആളുടെ പ്രസൻസ് എൻ്റെ കൂടെ വേണമെന്ന് അങ്ങനെ കരുതി. അവിടെ പറഞ്ഞു, നമുക്ക് ഫ്രണ്ട്സ് ആവാം, എനിക്കെന്നെ അങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആവാമെന്ന് പറഞ്ഞു. സീരിയസ്ലി എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും. എൻ്റെ ആളുടെ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കായിരുന്നു എനിക്ക് ആളുടെ സ്നേഹം. ആളെനിക്ക് ആകെ ഒരു തിയറി പറഞ്ഞു തന്നിട്ടുള്ളൂ, ലവ് ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ടതല്ലാന്ന് മാത്രം. ഇതൊക്കെ ഇതിനിടയിൽ നടന്നോ? ഞാൻ അറിഞ്ഞില്ല. അത്താനെ ഞാനിങ്ങനെ മൂത്ത് തരച്ച് പോവോ എന്തോ. ഇങ്ങനെ പോയാൽ നീ മൂത്തുനിന്ന് അരച്ച് പോവാടാ, നോക്കിക്കോ. എൻ്റെ ശാപമാണ് നിനക്ക്. പോക്കറി കൂട്ടി ചത്താ പോട്ടെ. എടി കാലം പെടുത്തി അങ്ങനെയൊന്നും പറയില്ല. നിനക്കിപ്പ എൻ്റെ അവസ്ഥ അറിയാലോ, എന്നിട്ടാണോടി നീ ഇങ്ങനെ പറയുന്നത്, ദ്രോഹി. എടി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഞാൻ ചുമ്മാ പറഞ്ഞാടാ, എൻ്റെ ചക്കരൊക്കെ നല്ല പണി കിട്ടില്ലേടാ. നീ സുന്ദരനല്ലേ, നിനക്ക് എന്ത് ഹെൽപ്പാ എൻ്റെന്ന് വേണ്ട. ആൻഡ് വിൽ യു മാരി മീ? യെസ്, ഐ ലവ് യു ടു ബേബി. അലക്സി, നീ എന്തീ പറയുന്നേ? നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇതെൻ്റെ ലൈഫാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതും. ഓ സോറി അലക്സി, ഞാൻ എന്തോ ആലോചിച്ചു, സോറി. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ അലക്സാണ്ടറിനെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ മരിച്ചു പോകും, ഇത് മനസ്സിൽ വെച്ചിട്ട്.
റിയലി സോറി അലക്സിച്ച, ഞാൻ പോകുക. അതെനിക്കറിയാടി വാൽമക്രി, എന്നെ ഇത്രയും വർഷം നിന്റെ പിറകെ നടപ്പിച്ചില്ലേ. എന്തേലും ഞാൻ തിരിച്ചടി തന്നെ അതിനു വേണ്ടി ഞാൻ പ്ലാൻ ഇട്ടതടി ഇത് നിനക്കുള്ളതാ. നിനക്ക് വേണ്ടി ഞാൻ ഊങ്ങി വെച്ചേക്കായിരുന്നു. ഇപ്പൊ ഇത് പണി കൊടുത്തപ്പോ എന്ത് സമാധാനം. ഇച്ച ചെവിന്ന് വിടച്ച അലക്സിച്ച, ചെവിന്ന് വിട്, എനിക്ക് ചെവി വേനിക്കുക അലക്സിച്ച. പ്ലീസ് പ്ലീസ് വിട് വിട്, ഞാൻ ചെയ്തതിനൊക്കെ സോറി സോറി സോറി. എവിടെയേ ചെക്കൻ പോയി കിടക്കുന്നേ? ഓ റെഡി ആയോ എന്തോ. എനിക്ക് വയ്യ, ഒരു അപ്പനെയും മോനെയും കൊണ്ട് എനിക്ക് ഇല്ലാത്ത ഗുലുമായോളില്ല. അപ്പനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ചെക്കനും ഇപ്പൊ എവിടെ പോയി കിടക്കുക ഇവൻ? അയ്യോ മമ്മി കണ്ടില്ല കുഞ്ഞാവായ. നമുക്ക് ഇപ്പോ നിനക്ക് അവിടെ നിന്നിട്ട് ക്യാൻഡിയോ എന്താന്ന് വെച്ചാൽ വാങ്ങി തരാം. വാ, നീ ആദ്യം ഇറങ്ങിക്കേ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും അവിടെ എത്തില്ല. എന്നിട്ട് നിന്റെ അപ്പ അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. ആണോടി, നീ കൊച്ചിനെ വൃത്തിയടിക്കുന്നുണ്ടോ? വേണ്ടട്ടോ, നീ കൊച്ചിനെ തൊട്ട് കളി വേണ്ട. എന്റെ ചെക്കൻ തൊട്ടാ ചോദിക്കാൻ ഞാൻ വരട്ടോ. എന്റെ കുട്ടിയുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് ഇരിക്കാൻ സമയമില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ അയച്ച, ഇങ്ങോട്ട് വിളിക്കുന്തോറും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഓട്ടം പാച്ചിലാണ് മാനെ. ഈ ഓട്ടം പാച്ചിലിൻ്റെ ഇടയിൽ നിന്ന് ഇവനെ പോയി കണ്ടുപിടിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്ക് എങ്ങനെയുണ്ടായിരുന്നു ഞാനാ. മെലിഞ്ഞ് എല്ലും തോലുമായി. നോക്കടാ, ഇമോഷണൽ ഡാമേജ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ചാനെത്തിയില്ലേ? പ്ലെയിൻ എടുത്ത സമയമല്ലോ, ഞാനെത്തിയില്ല. വേണ്ട വരുന്ന ആള് ഇങ്ങനത്തെ വേഗം നടന്നെത്തിക്കൂടെ? നീവിക്കൊട്ടാ പാപ്പ ടയേർഡാവും ഞാൻ, അല്ലെങ്കിൽ പപ്പ എടുത്തേനെ. എന്റെ കുട്ടിക്ക് പപ്പ വീട്ടിൽ ചെന്നിട്ട് എടുക്കാവേ. ദാറ്റ്സ് മൈ ബോയ്. എടാ അലക്സി, ജോയും കൊച്ചൊക്കെ എവിടെ? അവർക്കൊക്കെ സുഖമാണോടാ? നിനക്കെങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? നീ ഇങ്ങനെ ഒറ്റയടിക്കൊക്കെ ചോദിക്കരുത്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഒറ്റയ്ക്ക് പറയും. ഞാൻ പറയാം, ജോയും കൊച്ചും വീട്ടിലുണ്ട്. കൊച്ചിന് വയ്യ, അപ്പോൾ ജോ വീട്ടിൽ നിന്നു ചായ പോയിട്ട് വാ പറഞ്ഞിട്ട് എന്നെ വിട്ടു. മനസ്സിലായ? നീ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം. ഇവിടെ നിന്നടാ, വാ. നീ ടയേർഡാന്നല്ലേ പറഞ്ഞു. നീ ഇനി എൻ്റേത് മാത്രം അടി. നീ എന്നെ കുറേ ആയിട്ട് കറക്കിയതല്ല. ഈ 4, 5, 6, 7, 8 വർഷം ഞാൻ നിന്റെ പിന്നാലെ നടത്തി. ഒരു വാക്ക്, ഈ 3, 4 വാക്ക് പറയാനായിരുന്നു നീ യു ഹേർട്ട് മൈ ഹേർട്ട്. നീ എന്നെ ഭയങ്കര വേദനിപ്പിച്ചു. നോക്കിക്കോ, നിനക്കുള്ളത് ഞാൻ പലിശയും ചേർത്ത് കെട്ടിക്കഴിഞ്ഞിട്ട് തരാടി. എൻ്റെ പൊന്നു ജോ, നീ കാരണം ഞാൻ കേൾക്കാത്ത ദിവസങ്ങളില്ല. നിന്റെ പേര് പറഞ്ഞ് എന്നും എൻ്റെ അടുത്തേക്ക് വരിക. എടി അവൾ എന്തെന്നോട് അങ്ങനെ പറയാത്ത ഇങ്ങനെ പറയാത്ത. എന്നിട്ട് ലാസ്റ്റ് അവൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട ഐഡിയയിലാണ് ഇത് നിന്റെ ഉറപ്പായിട്ട് നടപ്പിലാകുന്ന അവൾക്ക് മനസ്സിലായത് കൊണ്ട് അവളിട്ട് തെറുപ്പിച്ചിട്ട് നീ വീണു. ഇനി നീ അനുഭവിച്ച എനിക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ഇവനോട് എനിക്ക് പണ്ടെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇല്ല. ഇപ്പം ഞാൻ വേറൊരാളുടെ സ്വന്തമാണ്. എൻ്റെ കെട്ട് ഈ ഒരു ഇയർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. വരണം. ഹായ് സെല്ലോസ്, ഇറ്റ്സ് മീ മൂനി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഞാൻ ചിലപ്പോൾ BL ആവും അടുത്ത് എടുക്കുക. അറിയാം, എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് മടിയുടെ ലെവൽ കുറഞ്ഞു, അതാണ് ഇതിന് ലെങ്ത്ത് കൂടിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
മടി നന്നായിട്ട് കുറച്ചിട്ടെങ്കിൽ നല്ല നല്ല സ്റ്റോറീസ് നല്ല രീതിയിൽ ഞാൻ ഇട്ട് തരും. എന്താന്ന് മടിയായിട്ട് പോണില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇത് മാറ്റുകയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സ്റ്റോറിയിൽ ഞാൻ ആദ്യമൊക്കെ ഭയങ്കര വലിച്ചു നീട്ടി എടുത്തെങ്കിൽ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ അടിച്ച് പരത്തിയെടുത്തുള്ളൂ. അതെൻ്റെ തെറ്റാണ്. അതെൻ്റെ മിസ്റ്റേക്ക് ഞാൻ ആദ്യമേ പറയുന്നു. അത് കുറച്ചും കൂടി വലിച്ചു നീട്ടി എടുക്കേണ്ടതായിരുന്നു. ഞാനത് ആദ്യമേ പറഞ്ഞ് അത് എൻ്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു. സോ ബൈ ബൈ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ്. എനിക്ക് കമൻറ്റ് ഇട്ടില്ലേ നിങ്ങളൊക്കെ വച്ച് പിടിക്കും.